നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ അവതരിപ്പിച്ചതായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ കുട്ടിയുണ്ടാകുകയും ആ കുട്ടി കുടുംബത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാതെ താന്തോന്നിയായി നടക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അവനെ എഴുതിത്തള്ളുന്ന രീതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ അവനെ ശരിയായ പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ ആത്മാർത്ഥമായ ഒരു ശ്രമവും ഈ മാതാപിതാക്കൾ ചെയ്യുന്നില്ലെന്നതാണ് വാസ്തവം. വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെയാണ് ഇന്ന് പലപ്പോഴും വിവാഹ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളികൾ കടന്നു വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സീരിയലുകളിലും സിനിമകളിലും കാണും പോലെയുള്ള സുന്ദരികളെ സ്വന്തമാക്കി ചുറ്റിയടിച്ചു നടക്കാമെന്ന് ഒരു കൂട്ടർ വിചാരിക്കുന്നു. മറ്റൊരു കൂട്ടരാകട്ടെ ബിസിനസ്സിലേക്ക് ഇറക്കാനോ ജോലി കരസ്ഥമാക്കാനോ പൈസ ആവശ്യമായി വരുമ്പോൾ അതിനുള്ള എളുപ്പവഴി വിവാഹമാണെന്ന് കണ്ടെത്തുന്നു. ലക്ഷ്യം പിഴച്ച ഈ വിവാഹ ജീവിതത്തിലാണ് അനുസരണയില്ലാത്തവരും മനസമാധാനം തരാത്തവരുമായ സന്താനങ്ങൾ ഉണ്ടാവുന്നത്. കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയകാല സിനിമകളിലൊക്കെ കുറച്ചെങ്കിലും മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുകയും അതേപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്താനങ്ങളെ ചിത്രീകരിച്ചിരുന്നു. ഇന്നാകട്ടെ സിനിമകളിലും സീരിയലുകളിലും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ധിക്കരിക്കുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ബാല്യങ്ങളെയും കൗമാരങ്ങളെയും ദൃശ്യവൽക്കരിക്കുന്നു. ഭാവിയെക്കുറിച്ച് ശരിയായ ദിശാബോധം നൽകുവാനും അവ മെനക്കെടുന്നില്ല. ഇതൊരു പരമാർത്ഥമാണ്. അവിഹിത ബന്ധങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും അമ്മായിയമ്മ പോരിൻ്റെയും സംഘർഷ ഭാഷയാണ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളെ നശിപ്പിച്ചെടുക്കാൻ കച്ചവട ലക്ഷ്യം മാത്രമുള്ള ചാനലുകൾ തന്നെ മതിയായവയാണ്. മാതാപിതാക്കളുടെ അശ്രദ്ധ എങ്ങനെ കുട്ടികളെ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി തീർക്കുന്നു എന്നാണ് ഇവിടെ ഇന്ന് സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി, കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത വിധം തിരക്കുകളിൽ മുഴുകുക. കുട്ടികൾ ദിവസേന വളരുന്ന ചെടികളെ പോലെയാണ്. ദൈനംദിന പരിചരണങ്ങളും ശുശ്രൂഷയും ചെടികൾക്ക് ആവശ്യമാണ്. തക്കാളിച്ചെടി മുളച്ചു പൊന്തുമ്പോൾ കോഴിയോ മറ്റോ വന്ന് ആ മുള പൊട്ടിയത് കൊത്തി നശിപ്പിക്കാതെ നോക്കണം. തണ്ടിന് നീളം വച്ച് വലുതാകുമ്പോൾ അതിന് താങ്ങായി കോൽ കുത്തി നാട്ടണം. അല്ലെങ്കിൽ അത് മഴയത്ത് തല്ലി അലച്ച് മണ്ണിൽ വീണ് കിടക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇലകൾക്ക് ചീച്ചിൽ ബാധിക്കും, കായ്കൾ കേടുവരും. സമയത്ത് സൂര്യപ്രകാശം, വെള്ളം, വളം എന്നിവ അതിന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചെടി നശിച്ചതു തന്നെ. ഇതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരന്തര പരിചരണം ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ആകാശത്തേക്ക് ഉയരേണ്ട അവർ മണ്ണിൽ പുതഞ്ഞു കിടക്കും. കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അവരെ ശ്രദ്ധിക്കാതെ അവഗണിക്കുക എന്നതാണ്. അവർക്ക് എങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കാം എന്നതിന് ആസൂത്രണം നടത്തണം. കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ പുഞ്ചിരിയും അംഗീകാരവുമാകുന്ന സൂര്യപ്രകാശം ആവശ്യമാണ്. ഓരോ ദിവസവും ദിശാബോധം നൽകേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. ചെടിക്ക് വളമെന്ന പോലെ കുട്ടികൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വളമിട്ട് കഴിഞ്ഞാൽ വെള്ളം വേരുകളെ ആ വളം വലിച്ചെടുക്കാൻ സഹായിക്കും. രക്ഷിതാക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങളെ കുട്ടികൾ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ രക്ഷിതാക്കൾ അവരുടെ പുഞ്ചിരിയും പ്രോത്സാഹനവും തീർച്ചയായും പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, മോശം മാതൃക കാഴ്ചവെക്കുക. എന്താണത്? മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ മോശം മാതൃക കാഴ്ചവെക്കുമ്പോൾ കുട്ടികൾ അത് വളരെ വേഗം അനുകരിക്കുന്നു. സാധാരണ നിലയിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ രക്ഷിതാക്കൾ ശണ്ട കൂടരുതെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ അപകടകരമാണ്
പരിഹാരങ്ങളൊന്നുമില്ലാതെ തുടർന്നു പോകുന്ന തർക്കങ്ങൾ. വ്യക്തിപരമായ ഈഗോകളല്ല, മറിച്ച് ചില താല്പര്യങ്ങൾ മുൻനിർത്തി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ചില കുടുംബങ്ങളുമുണ്ട്. അവസാനം തർക്ക വിഷയത്തിൻ്റെ ന്യായാന്യായങ്ങൾ വിശകലനം ചെയ്യപ്പെട്ട ശേഷം അതിന് പരിഹാരമുണ്ടാകുന്നു. പരിഹാരമുണ്ടായത് ഏത് നന്മ മുൻനിർത്തിയാണെന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. തെരുവിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടാകുമ്പോൾ അത് മാന്യന്മാരായ ആളുകൾ ഇടപെട്ട് പരിഹരിക്കുന്നത് അതായത് കുട്ടികൾ കാണുമ്പോൾ അവർ വിട്ടുവീഴ്ച, ഐക്യം, സ്നേഹം എന്നിവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് ബോധ്യപ്പെടുന്നു. വീടിനകത്ത് ഉമ്മയും ബാപ്പയും ശണ്ട കൂടുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതാണെന്നും മേലിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്നും എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ അവർ തമ്മിൽ പറയുമ്പോൾ അവർക്കിടയിൽ സ്നേഹവും പരസ്പര ധാരണയും അതിജയിക്കുന്നതായി കുട്ടികൾ മനസ്സിലാക്കുന്നു. അതേസമയം വേറെ ചില ദമ്പതിമാരുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ അറിയണ്ടെന്ന് കരുതി അവർ പരസ്യമായി ശണ്ട കൂടാറില്ല. കിടപ്പറയിൽ നിന്ന് വാക്കേറ്റങ്ങളുടെയും ബഹളങ്ങളുടെയും ശബ്ദം കുട്ടികൾ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. മക്കളുടെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത് പരസ്പരം സംസാരിക്കാതെ ഈർഷ്യ നിറഞ്ഞ മുഖഭാവത്തോടെ ആകുമ്പോൾ അത് കുട്ടികളെ ഗുരുതരമായി ബാധിക്കുന്നു. മാതാപിതാക്കളുടെ മനസ്സിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന വെറുപ്പ് കുട്ടികൾ സ്വാംശീകരിക്കുന്നു. മൂന്നാമതായിട്ട് അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെന്താണ്? പലപ്പോഴും കുട്ടികളെ ശകാരിച്ചും പിണങ്ങിയും നേരെയാക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ ഏറെയാണ്. കുട്ടികളുടെ കുസൃതി പരിധി വിടുമ്പോഴോ അനുസരണക്കേട് കാണിക്കുമ്പോഴോ ആണ് തങ്ങൾ ദേഷ്യപ്പെടുന്നതെന്ന് അവർ പലപ്പോഴും കാരണം പറയുന്നു. നമ്മുടെ കുട്ടികളുടെ ഈ മോശമായ സ്വഭാവ വൈകല്യത്തിന് ഇടവരുത്തിയത് മാതാപിതാക്കളുടെ അനിഷ്ട പ്രകടനമാണെന്ന് പല കൗൺസിലിങ്ങിനും കുട്ടികൾ വ്യക്തമാക്കുമ്പോൾ രക്ഷിതാക്കളുടെ മറുപടി ഇങ്ങനെയാണ്: ഞങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ അതിനെതിരായി പ്രവർത്തിക്കുന്നു. അത് കാണുമ്പോൾ രണ്ട് കൊടുക്കാനല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലായിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ഞങ്ങൾക്കറിയാമെന്നും എല്ലാ രക്ഷിതാക്കളും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാചകമാണിത്. ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? കുട്ടികൾ അധിക സമയവും കുസൃതിക്കാരായിരിക്കും. ഈ അധിക സമയവും മാതാപിതാക്കൾ അവരുടെ അനിഷ്ടവും കോപവും കുട്ടികളോട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുട്ടിയുടെ ഈ മോശം സ്വഭാവം രക്ഷിതാക്കളുടെ ദേഷ്യഭാവത്തോടെയുള്ള മുഖഭാവത്തെയും ഈ മുഖഭാവം പിന്നീട് മോശം ചിന്താഗതിയെയും തുടർന്ന് രക്ഷിതാക്കളുടെ പരുക്കൻ വൃത്തികെട്ട സ്വഭാവത്തെയും പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ അനുസരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ കുസൃതിയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക, അതാണ് വേണ്ടത്. എന്നിട്ട് അവരുടെ കളികളിലും തമാശകളിലും കുസൃതിത്തരങ്ങളിലും ഇടപെട്ട് അവരെ സന്തോഷിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അവരോട് ക്രോധഭാവത്തിൽ പെരുമാറുന്നതിനേക്കാളും നല്ലത് അതുതന്നെയാണ്. അനുസരണക്കേടും പിടിവാശിയും കാട്ടുന്ന കുട്ടിയിൽ അതോടൊപ്പം രക്ഷിതാക്കളുടെ വെറുപ്പും അസംതൃപ്തിയും കുത്തിവെക്കണോ? കുട്ടിയിൽ എന്തു നല്ല സ്വഭാവങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആദ്യം നിങ്ങളിൽ ഊട്ടി വളർത്തുവാൻ ശ്രമിക്കുക. അനുസരണക്കേട് കാട്ടുന്ന കുട്ടിയെ നന്നാക്കാൻ ഒരു മാർഗവുമില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾ കുട്ടിയോട് കാട്ടുന്ന ദേഷ്യത്തിൻ്റെയും ശിക്ഷയുടെയും നടപടി ഒട്ടും ശരിയല്ല എന്നത് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇല്ലെങ്കിൽ അവൻ കൂടുതൽ കുസൃതിക്കാരനാകും. അതനുസരിച്ച് നിങ്ങൾ മുഖം കറുപ്പിക്കും, അവനോട് അസംതൃപ്തി കാണിക്കും. എനിക്ക് നിന്റെ മുഖം കാണണ്ട, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, ഏത് കഷ്ടകാലത്തിനാണ് ഞാൻ നിന്റെ അമ്മയായത് അല്ലെങ്കിൽ നിന്റെ അച്ഛനായത് എന്നൊക്കെ നിങ്ങളുടെ വാക്കുകളിലൂടെ ആ അസംതൃപ്തി പുറത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുകയും അതേപോലെ പെരുമാറുകയും ചെയ്താൽ കുട്ടികൾക്ക്
വാശിയും വെറുപ്പും കയറി ഒന്നുകൂടി അവർ വഷളാവുകയുള്ളൂ. അതിൽ ഒരു സംശയവും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ സാന്നിധ്യവും സന്തോഷവും സ്നേഹവാക്കുകളും കുട്ടികൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പരിഗണനയിൽ എടുക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ അവർക്ക് വരികയും വേണം. ചുരുക്കി പറഞ്ഞാൽ, അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും അവരുടെ പ്രശ്നങ്ങൾ എന്തു പറഞ്ഞാലും നമ്മൾ രക്ഷിതാക്കൾ ഗൗരവമായി അത് മുഖവിലക്കെടുത്ത് നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്യും എന്ന് കണ്ടെത്തുമ്പോൾ മാത്രമാണ് അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മുതിരുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നാലാമതായിട്ട്, കുട്ടികളെ തന്നിഷ്ടം പ്രവർത്തിക്കാൻ വിടുക. അതായത്, കുട്ടികളുടെ ഓരോ പ്രവൃത്തിയിലും നല്ലതും ചീത്തയും ഏതെന്ന് വേർതിരിച്ച് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളെ അവരുടെ പാട്ടിന് വിടുക എന്നത് എളുപ്പമുള്ള സംഗതിയാണ്. കുട്ടികളെ സ്നേഹം കൊണ്ട് മൂടിയാൽ കുട്ടികൾ നന്നായിക്കൊള്ളും എന്നും വിചാരിക്കരുത്. പല രക്ഷിതാക്കളും എളുപ്പവഴി സ്വീകരിച്ചിരിക്കുന്നത് കുട്ടികളെ വിലക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതെ കാഴ്ചക്കാരൻ്റെ റോളിൽ നിന്നുകൊണ്ടാണ്. അതിന് കാരണം, കുട്ടിയുടെ എതിർപ്പോ വാശിയോ ഒന്നും കാണേണ്ട എന്ന സൗകര്യം അവർ ഇത്തരം നിലപാടിലൂടെ ലക്ഷ്യമിടുന്നു. കുട്ടികൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ തന്നെ അവർ തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ സ്വതന്ത്രരായി വിടാമായിരുന്നു. കുട്ടികൾ അവർക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് ചെയ്യുക. കുട്ടികളെ നല്ല വഴിക്ക് തെളിച്ചില്ലെങ്കിൽ അവർ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാകും. അതിനാൽ നല്ല ധാർമ്മിക സദാചാരപരമായ കാര്യങ്ങൾ അവരെ ശീലിപ്പിക്കണം. അതായത് ഈശ്വരഭക്തി, വായനാശീലം, ശരി തെറ്റുകൾ. ഉദാഹരണത്തിന്, എൻ്റെ അറിവിൽ അങ്ങനെ ചെയ്തിട്ട് ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യരുത്, നമുക്കും നാളെ അത് സംഭവിക്കും, അത് തെറ്റാണ് എന്ന് വേണ്ട ചില കെട്ടുകഥകൾ പോലും നമ്മളുടെ അനുഭവ കഥകളായി വിശ്വാസത തോന്നും വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുവേണ്ടി രക്ഷിതാക്കൾ ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും മക്കളുടെ ഇടയിൽ ചിലവാക്കണം. അതിനെപ്പറ്റി അടിസ്ഥാനപരമായ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മോശമായ ലൈംഗിക തൃഷ്ണകളെ പോലും അതിജയിക്കാൻ അവർക്ക് കഴിയും. നല്ല ശീലങ്ങൾ പരിശീലിക്കുന്നതോടെ സത്സ്വഭാവങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള കരുത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കുകയും കുട്ടികൾ മിടുക്കരായി തീരുകയും ചെയ്യും. അഞ്ചാമതായിട്ട്, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടുക. അതായത്, കുട്ടികളെ വീട്ടിൽ നിന്ന് നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ആ കുട്ടികൾ പുറത്ത് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് തിരക്കാൻ ശ്രമിക്കാറില്ല. കുട്ടികളെ പറ്റിയുള്ള അമിതമായ ആത്മവിശ്വാസത്തിൽ അഭിരമിക്കുകയാണ് നമ്മൾ രക്ഷിതാക്കൾ. എന്നാൽ മോശം വ്യക്തിത്വമുള്ള കുട്ടികളുമായാണ് മക്കൾ ചെങ്ങാത്തം കൂടുന്നതെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വശംവദരായി അവർ ദുശീലങ്ങൾ സ്വായത്തമാക്കുമെന്ന് നാം തിരിച്ചറിയുക. 20 വയസ്സ് വരെയെങ്കിലും മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ നേട്ടങ്ങളും ദുഷ്കൃത്യത്തിൻ്റെ കോട്ടങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കുട്ടികളെ ചീത്തയാക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരെ ഡേ കെയറുകളിൽ ചേർത്താനാണ്. അവിടെ എല്ലാത്തരം സ്വഭാവങ്ങളുടെ നടുക്ക് ചെന്നുപെടുന്ന നിങ്ങളുടെ മക്കൾ ധാർമ്മിക ഗുണങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം പിന്നിലായിരിക്കും. ആ പൊട്ടക്കുളത്തിലെ വെള്ളം നന്നാക്കാൻ ശ്രമിക്കുന്നവർ വിരലിലെണ്ണാവുന്നവരായിരിക്കും. അതിൽ മലമൂത്ര വിസർജനം നടത്തി വൃത്തികേടാക്കാൻ ഒരുത്തൻ മാത്രം മതിയാകും. ക്ലാസ്സിൽ പ്രശ്നക്കാരനായ ഒരു കുട്ടിയെ അവൻ്റെ വർത്തമാനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമുക്കൊരിക്കലും മറക്കാനാകില്ല. അതിനാൽ ചെറുപ്രായത്തിലെ കുട്ടികളുടെ ചുറ്റുപാടുകളെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമതായി, ഉത്തരവാദിത്വ ബോധമുണ്ടാക്കാൻ സഹായിക്കുന്ന ചുമതലകൾ ഏൽപ്പിക്കുക. എന്ന് വച്ചാൽ കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരെ വ്യത്യസ്ത ചുമതലകൾ ഏൽപ്പിക്കുക. നടക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തൻ്റെ മുഷിഞ്ഞ ഉടുപ്പ് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാൻ പരിശീലിപ്പിക്കുന്നത് മുതൽ
ഇതാരംഭിക്കുന്നു. ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ ഒട്ടുമിക്ക അമ്മമാരും എൻ്റെ കുട്ടി സ്കൂളിൽ പോകാൻ വൈകിപ്പോയാലോ, അവന് അല്ലെങ്കിൽ അവൾക്ക് ആ വക ചിന്തയൊന്നുമില്ല, അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല, വേഗം വായിൽ വച്ച് കൊടുക്കാം, വണ്ടി ഇപ്പോൾ വരും, ആ യൂണിഫോം ഡ്രസ്സ് കൂടി കയ്യിലെടുത്ത് കൊടുത്തേക്കാം, നിന്റെ ബോക്സിൽ പേന സ്കെയിൽ എല്ലാം ഉണ്ടോ, ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് എടുത്തോ എന്ന് പിന്നാലെ നടന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇരിക്കുമ്പോഴും ഈ രക്ഷിതാക്കൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് അവരുടെ വില്ലൻ. അവരുടെ കഴിവുകളെ ഇല്ലാതാക്കിയതും അവർ ഒരു ഉത്തരവാദിത്വബോധമില്ലാതെ വെറും യന്ത്രപ്പാവകളായതിനും കാരണക്കാർ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ്. എന്നിട്ട് വലുതായി കഴിയുമ്പോൾ ഈ നമ്മൾ തന്നെ എൻ്റെ കുട്ടിക്ക് ഒരു കഴിവില്ല, ഉത്തരവാദിത്വ ബോധമില്ല, അലസനാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഉത്തരവാദിത്വം വരുമെന്ന് വിചാരിച്ചിരിക്കരുത്. ഉത്തരവാദിത്വ ബോധത്തിന് അങ്ങനെ പ്രായപരിധിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കുട്ടി നടക്കാറായ പ്രായം മുതൽ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അത് അവരെ കൊണ്ട് ചെയ്യിക്കണം. അത്തരത്തിൽ ചുമതലകൾ ഏറ്റെടുക്കാനും അത് വീഴ്ച കൂടാതെ ചെയ്യാനും ശ്രമിക്കുന്ന കുട്ടികളാണ് ഏറ്റവും സന്തോഷവാന്മാരായി കാണപ്പെട്ടിട്ടുള്ളത്. കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴുള്ള അശ്രദ്ധ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ആദ്യ കുട്ടിയെ വളർത്തുന്നതിൽ വീഴ്ച വരുത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സന്താനങ്ങളെ വളർത്തുന്നതിൽ അവർ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.